അപ്പോൾ ഇന്ന് നമ്മൾ ഷാങ്ഹായിലെ ലാസ്റ്റ് ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിന്ന് പോകുന്നത് ഇവിടെ ഒരു അതായത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസ് കാണാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷാങ്ഹായിൽ നമ്മുടെ സിറ്റി കാഴ്ചകളാണ് മെയിനായിട്ടും കാണുന്നത്. അപ്പം വലിയ സിറ്റികളിലെ കാഴ്ചകളല്ലാതെ സിറ്റിയുടെ ഒരു സെൻട്രൽ ഭാഗത്ത് തന്നെ നമുക്ക് കുറച്ച് പഴയ ബിൽഡിങ്ങുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അത് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടാക്സി വിളിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഇവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് നെറ്റ്വർക്കും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടാണ് നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ പേരൊക്കെ ജാപ്പനീസിൽ ചൈനീസിലുള്ള ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇന്നിപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പോകുന്നത്. കാരണം ഇത് ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ ആ ഒരു കൾച്ചറൽ നമ്മുടെ ഒരു സൈഡ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ സിറ്റീസിൻ്റെ യു ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇന്നലെ നമ്മൾ നടന്ന് കണ്ട കാഴ്ചകളൊക്കെ ഇന്ന് നമ്മൾ കാറിലിരുന്ന് കാണുകയാണ്. ഇപ്പോൾ ദൂരെ കാണാം റേഡിയോ ടവർ, മറ്റുള്ള ബിൽഡിങ്ങുകൾ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കാണാം. അതുപോലെ തന്നെ ഇന്നലത്തെ സ്ഥലങ്ങളെല്ലാം നല്ല തിരക്കാണ്. എന്തായാലും നമ്മൾ പോകുന്ന വേറൊരു ഡയറക്ഷനിലേക്കാണ്. How much? 90? Okay. അങ്ങനെ നമ്മൾ മെയിൻ സിറ്റി വിട്ട് വന്നപ്പോൾ തന്നെ ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റം വന്നു. അതായത് ചെറിയ ഷോപ്പുകളാണ് നമ്മൾ കാണുന്നത്, ചെറിയ ഫുഡ് സ്റ്റോളുകൾ, അതുപോലെ തന്നെ തുണിക്കടകൾ. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഷോപ്പാണ് കേട്ടോ. ചൈനയിലെ ഡെക്കറേഷൻസ്, ചുവന്ന കളറിലുള്ള ഡെക്കറേഷനുള്ള കട. ഇതിവിടുത്തെ ഒരു ചെറിയൊരു മാർക്കറ്റാണ്. ചെറിയ ചെറിയ സ്റ്റാളുകളായിട്ട് ഇവിടെ തിരിച്ചേക്കുവാണ്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ. ഇവിടുത്തെ ചെറിയൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. അടിപൊളിയല്ലേ? ഇവിടെ എൻട്രൻസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ മനോഹര കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ഷോപ്പുകളുണ്ട് കേട്ടോ. ഷോപ്പുകളിലെ ലൈറ്റിംഗ് തന്നെയാണ് ഭയങ്കര ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ വണ്ടികളിലുള്ള ഷോപ്പുകളുമുണ്ട്. അതായത് ചൈനീസ് ഡോൾസ്, കൈവീശുന്ന പാവകൾ, ഇങ്ങനെയെല്ലാ സംഭവങ്ങളും ഇവിടെ വച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ സെൻട്രൽ ഭാഗത്ത് എത്തി കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അടിപൊളിയല്ലേ? പഴയ ബിൽഡിങ്ങുകൾ കൊണ്ട് നിറഞ്ഞൊരു സ്ക്വയർ. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ആ സിറ്റിയിലെ കാഴ്ചകൾ മാത്രമല്ല, നമുക്ക് പഴമയും കൂടെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കൾച്ചറലായിട്ടുള്ള സ്പേസ് നമുക്ക് ആവശ്യമാണ്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഈ വില്ലേജിൽ തന്നെയുള്ള ഒരു ചോക്ലേറ്റ് മ്യൂസിയത്തിലാണ്. ഈ നിൽക്കുന്ന കുതിരയും കങ്കാരുവും ആനയും എല്ലാം ചോക്ലേറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കേട്ടോ. കംപ്ലീറ്റ് ചോക്ലേറ്റ് ആണ്. അതുപോലെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ, അതായത് ഫ്ലവർ വേസ്, അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന പച്ച ബാഗ്, ഇങ്ങനെയുള്ള ഇതെല്ലാം കംപ്ലീറ്റ് ചോക്ലേറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിയൽ ബാഗ് ഇരിക്കുന്നതായിട്ട് തോന്നുള്ളൂ. അതുപോലെ തന്നെ കണ്ടോ ഇത് ഈ ക്ലോക്ക് സംഭവങ്ങളെല്ലാം. അപ്പോൾ ഈ ചോക്ലേറ്റ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഐറ്റംസ്, അതായത് ഡിസ്പ്ലേ ആണ്. അങ്ങനെ ഒരു മ്യൂസിയമാണ്. അതൊരു വെറൈറ്റി മ്യൂസിയമാണ് നമ്മളിവിടെ കാണുന്നത്. സംഭവം ഒറിജിനലായിട്ട് തന്നെ തോന്നുന്നു കേട്ടോ. ശരിക്കും ഇത് ചോക്ലേറ്റ് നിർമ്മിച്ചതാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ക്ലേയിലുണ്ടാക്കിയ പോട്ടൊക്കെയാണെന്നേ തോന്നുള്ളൂ. ഷൂസ് ഇപ്പോൾ ഈ വഴിയുടെ ഇരുവശവും നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം വുഡൻ ഹൗസുകളാണ് കേട്ടോ. അത് ഹൗസുകളായിരിക്കാം, ടെമ്പിളായിരിക്കാം, ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഷോപ്പുകളാണ്. അതായത് ചൈനയുടെ ട്രഡീഷണൽ പ്രൊഡക്റ്റുകളായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ ഷോപ്പുകൾ, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതും എക്സ്പെൻസീവാണ് കേട്ടോ. വളരെ നിസ്സാര വിലയല്ല, നല്ല എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങളാണ്.
ഇവിടെയുള്ള ആൾക്കാർക്ക് പൊതുവെ ഇംഗ്ലീഷ് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒരാളുമായിട്ട് പരിചയപ്പെട്ടിട്ട് എനിക്കൊരു കോഫി മഗ് വാങ്ങിക്കണം, എൻ്റെ ഒരു കളക്ഷനിലേക്ക് ഒരു കോഫി മഗ് വേണം, അങ്ങനെയുള്ള കട തപ്പി പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇത് ഞാനൊരു കോഫി മഗ് വാങ്ങിച്ചാണ് ഇവിടുന്ന് ചൈനയിൽ നിന്ന്. ഇത് ഇവിടെ ഈ കടയിൽ മൊത്തം കോഫി മഗ് ക്രോക്കറി ഐറ്റംസിൻ്റെ ഇതാണല്ലോ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ചായയുടെ ചൈനീസ് ഗ്രീൻ ടീ ഉണ്ട് ഇവിടെ, അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. നല്ല പൊറോട്ടയുടെ ഇറച്ചിക്കറിയുടെ മണം വരുന്നുണ്ടല്ലേ? ഇല്ലേ ആ കടയുടെ അവിടെ വന്നപ്പോ ഇത് കണ്ടോ ഒരു അടിപൊളി സംഭവം, നല്ല സ്വർണ്ണ കളറിൽ തിളങ്ങുന്ന ഒരു സംഭവം. അതായത് ഒരു ബോട്ട് പോലെ ഇരിക്കും, അതിന് നടുക്ക് ഒരു ബോൾ പോലെ ഒരു സംഭവം. ഇത് ചൈനക്കാരുടെ പ്രാചീന കാലത്തെ നാണയമാണ്. അതിൻ്റെ ഒരു രൂപമാണ് ഇവരിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. പല സൈസിലുണ്ട്, പല സൈസിന് പല വിലയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ഒരു ഗ്ലാസിൻ്റെ ഒരു രീതിയിലുള്ളൊരു സംഭവമാണ്. ഞാൻ ഏറ്റവും ചെറുത് നോക്കി ഒരെണ്ണം വാങ്ങിച്ചു. എന്തായാലും അടിപൊളി സംഭവമാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ ഷിപ്പിലേക്ക് പോവുകയാണ്. ഏകദേശം നമ്മൾ ചൈനയിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഷാങ്ഹായിൽ നമ്മൾ 3 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ പിന്നെ കാണുന്ന പോലെ നമ്മൾ ഈ വില്ലേജ് വന്ന് കണ്ടു, ഇവിടെ ഒരു ട്രഡീഷണൽ വില്ലേജ്, അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഇവിടുത്തെ സിറ്റി കണ്ടു, ഇന്നലെ ഷോപ്പിംഗ് ഏരിയ ഒക്കെ കണ്ടു. എന്തായാലും ഇനിയിപ്പം നമുക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലങ്ങൾ പോകുന്നുണ്ട്, തായ്വാനൊക്കെ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കും. അപ്പം അതുവരെ ഇനി പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും വോയിസ് ഓഫ് കേരളയുടെ ഗുഡ് ബൈ.